മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ആട് പരമ്പരയിലെ പുതിയ സിനിമയാണ് ആട് 3. 2015 ആട് ഒരു ഭീകരജീവിയാണ്. ഇതാണ് ഈ പരമ്പരയിലെ ആദ്യത്തെ സിനിമ. ഒരു പരാജയപ്പെട്ട സിനിമയ്ക്ക് മൂന്നാമത്തെ ഭാഗം വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എനിക്ക് തോന്നുന്നു ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ പരാജയപ്പെട്ട സിനിമയ്ക്ക് രണ്ടാം പാർട്ടും മൂന്നാം പാർട്ടും വരുന്നത് ആദ്യത്തെ സംഭവമായിരിക്കും. മിഥുൻ മാനുവൽ തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. വ്യത്യസ്ത ജേണറുകളിൽ സിനിമകൾ ഒരുക്കുന്നതിൽ വളരെ മിടുക്കനാണ് മിഥുൻ മാനുവൽ തോമസ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അഞ്ചാം പാതിര ഒരു ക്രൈം, അത്രയും പക്ക ക്രൈം ത്രില്ലർ എന്നൊരു മൂഡിൽ ഉള്ള സിനിമയായിരുന്നു. ആട് വരുമ്പോൾ അതെല്ലാം കോമഡി ട്രാക്കാണ് പിടിക്കുന്നത്. അത്തരത്തിൽ കോമഡിയും ക്രൈമും ത്രില്ലറുകളൊക്കെ ഒരേപോലെ വഴങ്ങുന്ന ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള സംവിധായകനും തിരക്കഥാകൃത്തുമാണ് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ്. ആട് 3 നമ്മൾ ആട് 1ഉം 2ഉം കണ്ട ആളുകൾ അത് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ പുതിയ പല തലങ്ങളിലേക്കും പ്ലേസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ആട് 3യിലെ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഭൂതം, ഭാവി, വർത്തമാനം, ഇങ്ങനെ 3 കാലങ്ങളിലും ഈ സിനിമ നമ്മുടെ ആട് 3 സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഷാജി പാപ്പൻ അല്ലെങ്കിൽ അറക്കൽ അബു, ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് എല്ലാ ക്യാരക്ടേഴ്സും 3 കാലങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു പരീക്ഷണം എന്ന രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. പോസിറ്റീവായ ചില കാര്യങ്ങൾ ഈ സിനിമയെ കുറിച്ച് പറയാം. ഒന്ന്, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നല്ല ചിരി പടർത്തിക്കൊണ്ട് മുഴുവൻ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തിരക്കഥ, സംവിധാനം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഷാൻ റഹ്മാനാണ് നല്ല പക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കുറേ പോസിറ്റീവ് സൈഡുകൾ നമുക്ക് ഈ സിനിമയ്ക്ക് എടുത്ത് പറയാം. ഈ ഭൂതകാലത്തിൽ 1790 കാലഘട്ടത്തിൽ ഒരു രാജാവും അവിടുത്തെ പ്രമാണിമാരും അവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ടുള്ള ചില കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗത്ത് കുറച്ച് എഴച്ചിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ലാഗ് ഉള്ളത്. അത് കുറച്ച് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്താൽ കുറച്ചും കൂടെ സിനിമ സ്മൂത്തായേനെ. അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമായിരുന്നു. പക്ഷെ അത് പറയാനെടുത്ത സമയം എന്ന് പറയുന്നത് കുറച്ച് ലെങ്തായി എന്നൊരു പേഴ്സണൽ അഭിപ്രായം മാത്രമുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും പക്ക എന്ന രീതിയിൽ പക്ക ഒരു എൻ്റർടൈനർ, നമുക്കൊരു ഫെസ്റ്റീവ് മൂഡിലിരുന്ന് കാണാൻ പറ്റുന്ന, തിയേറ്ററിൽ നമുക്ക് പൈസ മുടക്കി കാണാവുന്ന ഒരു എൻ്റർടൈൻ ഡ്രാമ, ഫാൻറ്റസി, ത്രില്ലർ സിനിമയായിരിക്കും ആട് 3.